ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുടംപുളിയെക്കുറിച്ച് പറയാം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നട്ടു വളർത്തിയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള കുടംപുളിയാണ്. ഒരു 2.5-3 അടി പ്രായമാകുമ്പോൾ തന്നെ ഇത് കായ്ക്കാൻ തുടങ്ങും. അതായത് വളരെ കുഞ്ഞാകുമ്പോൾ തന്നെ ഇത് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈ ആയതുകൊണ്ടാണ് എത്ര ചെറുതാകുമ്പോൾ തന്നെ കായ്ക്കുന്നത്. ഇതിൻ്റെ സീഡാണെങ്കിൽ നന്നായിട്ട് വളർന്നു പോവും. നമുക്ക് ഒരുപാട് സ്ഥലം ഇതിനായിട്ട് ആവശ്യം വരും. പക്ഷേ ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്ക് ചെറിയ സ്ഥലങ്ങളും സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒന്നാണ്. കാരണം ഈ ഒരു തൈക്ക് ഇപ്പോൾ 15 വർഷമായിട്ടുണ്ട്. ഇപ്പോഴും ഒരു കുട പോലെ ഒരാളെ പൊക്കത്തിൽ വളരെ ചെറുതായിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ കുട പോലെ വിരിഞ്ഞിരിക്കുകയാണ്. താഴോട്ട് തൂങ്ങി നമുക്ക് അടിയിലേക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും അവിടെ നിന്ന് ബ്രാഞ്ചൊക്കെ വന്ന് അങ്ങനെ ഇതൊരു ബുഷായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ചെടി തന്നെയാണ് കുടംപുളി. ഇത് നമുക്ക് വീട്ടാവശ്യത്തിന് കറിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് മാർക്കറ്റിലൊക്കെ നല്ല മാർക്കറ്റിംഗുള്ള ഒരു കാര്യം കൂടിയാണ് കുടംപുളി. ഇത് ഉപയോഗിക്കുന്ന രീതി, ഇത് മൂത്ത് പഴുത്തിട്ട് നമുക്ക് ഇത് ഇതളുകളായിട്ട് എടുത്ത് പുകയിലിട്ടാണ് അടുപ്പിൽ അല്ലെങ്കിൽ പുക അടുപ്പിലിട്ടിട്ട് ഉണക്കിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. വെയിലത്ത് വെച്ചിട്ടില്ല ഇത് ഉണക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു സീഡ് ഉണ്ടാകും. ആ സീഡ് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. കുറച്ച് ഒരു പുളി മധുരമാണ്, പുളിയാണ്, മധുരം തീരെ കുറവാണ്. അപ്പോൾ അത് ഭക്ഷിക്കുന്നവർക്ക് ചിലരൊക്കെ അത് കഴിക്കാറുണ്ട്. നമുക്ക് കറിയിലൊക്കെ ഇടാൻ വാളംപുളിയെപ്പോലെ ദോഷവശങ്ങളൊന്നും ഇതിനില്ല. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഗുണവശങ്ങളും അതുപോലെ ഇത് ഉപയോഗിക്കേണ്ട രീതിയൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്രദമാകും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.